ഒന്നും കൂടെ നമസ്കാരം മെംഫിസ്. നമസ്കാരം മെംഫിസ്. So I request everyone please sit here. എല്ലാവരും പ്ലീസ് സീറ്റുകളിലിരിക്കുക. Good morning everyone. മെംഫിസ് മലയാളി അസോസിയേഷന്റെ 2024 ഓണാഘോഷത്തിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. പൂക്കാലവും പൂവിളിയും ഓണക്കോടിയും ഓണസദ്യയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. മാമിൻ്റെ എല്ലാ മലയാളി കുടുംബങ്ങൾക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഇന്ന് നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കാൻ തയ്യാറായിട്ടല്ല ആഗ്രഹിക്കുന്നത്. ആണോ അല്ലേ? ശരിയല്ലേ? കുറച്ച് സാധനമൊക്കെയാണോ? എല്ലാവരും ഇരിക്കൂ പ്ലീസ്. ഒരു ഡാൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കൂടുതലായി കളിക്കുള്ളൂ. അതെല്ലാവരും ധൈര്യം ചെയ്താൽ ശബ്ദം കുറച്ച് സംസാരിക്കാം. ഇന്ന് കേരളത്തനിമയില് കേരള സാരി മുന്നിലും ഒക്കെ കണ്ടിട്ട് നമുക്കൊരു ഗ്രഹാതുരത്വം തോന്നും. ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഇത് കേരളമാണോ മെംഫിസ് ആണോ ഒരു ഡൗട്ട് അടിക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ ഈ അമേരിക്കൻ മലയാളികൾക്ക് ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഓണാഘോഷമാക്കിയാലോ? തീർച്ചയായിട്ടും അടിപൊളി പരിപാടിയും സദ്യയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മെയിനായിട്ട് പ്രോഗ്രാംസിൽ ഡാൻസ്, മ്യൂസിക് പെർഫോമൻസ്, പിന്നെ അടിപൊളി സദ്യ, അതിനുശേഷം നമുക്ക് ഫൺ ഗെയിംസ് ഉണ്ട്, പിന്നെ ഓണം DJ. സോ സദ്യ കഴിഞ്ഞിട്ട് ആരും പോകരുത്. Please stay back. We have amazing games. ഗെയിമിൽ ഒരു പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത്, ആം റെസ്ലിംഗ് മെൻസ് വിമൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ 3 വിഭാഗങ്ങളുണ്ടാവും. 3 വിഭാഗത്തിനും ഫസ്റ്റ് പ്രൈസ് $25 ഒരു ഗിഫ്റ്റ് കാർഡാണ് സാമിൻ്റെ വക. അപ്പം അത് എടുത്തു പറയുന്നു. എല്ലാവരും ഉണ്ടാവണം തീർച്ചയായിട്ടും. സദ്യ കഴിച്ച് ഉഷാറായിട്ട് സോ വി ക്യാൻ ഹാവ് an arm wrestle. So I request everyone please be seated. നിലവിളക്കിന്റെ പരിശുദ്ധിയും തുമ്പപ്പൂവിന്റെ നൈർമല്യവുമായി ഈ പൊന്നിൻ ചിങ്ങ മാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും റെഡിയല്ലേ? കുറച്ചും കൂടി ഉഷാറായിട്ട് എസ് പറയാം. അങ്ങനെ സദ്യ കഴിയുമ്പോൾ ഇതിന്നും നന്നായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാവിലെ തന്നെ I think most of them skip their breakfast. So let's immerse ourselves in the spirit of Onam and make this celebration a memorable one. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മാവേലി ഇല്ലാതെ എന്തൊരു ഓണമാണ് അല്ലേ? മാവേലി ഇല്ലാത്ത ഓണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ വളരെ ബിസി ഷെഡ്യൂളിൽ നിന്ന് മാവേലി നമുക്ക് വേണ്ടിയിട്ട് മെംഫിസിലെ മലയാളികളെ കാണാനും നമുക്ക് ഓണം വിഷ് ചെയ്യാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് പുള്ളി വരുന്നുണ്ട്. പുള്ളി വളരെ ബിസി ഷെഡ്യൂളായിരുന്നു. അപ്പം നമ്മളെ മാനേജ് ഓർഗനൈസർ വളരെ കഷ്ടപ്പെട്ട് കോൺടാക്ട് ഒക്കെ ചെയ്ത് പുള്ളിയുടെ സെക്രട്ടറി കോൺടാക്ട് ചെയ്ത് അങ്ങനെ പുള്ളി വേറെ എവിടെയോ പോകാനുള്ള പുള്ളിയുടെ നമ്മൾ മെംഫിസ് വഴി റീറൂട്ടൊക്കെ ചെയ്തിട്ടാണ് പുള്ളി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പുള്ളി ഏത് നിമിഷം വേണമെങ്കിൽ എത്തിച്ചേരാം. പുള്ളിക്ക് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് അവിടുന്ന് ആദ്യം കഴിവ് കാണിക്കുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാവേലിക്ക് വേണ്ടിയിട്ട്. ഇതാ മാവേലി എത്തിയിരിക്കുന്നു.
അപ്പം മാവേലി ഞങ്ങൾക്ക് വേണ്ടി വേറെ എവിടെ പോകാണ്ടായിരുന്ന ആളെ കുറച്ച് സമയമൊക്കെ എടുത്ത് നമുക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണ് ഇവിടെ മെംഫിസ് മലയാളികളോട് പറയാനുള്ളത്? മെംഫിസ് മലയാളികളെ ഹാപ്പി ഓണം! എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ ഈ പരിപാടി ഗംഭീരമാക്കണം. താങ്ക് യു. മാവേലിക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് മാവേലി കണ്ടാണ് എല്ലാവരോടും ഹാപ്പി ഓണം പറഞ്ഞത്. താങ്ക് യു മാവേലി. താങ്ക് യു മാവേലി. ഇന്ന് നമ്മൾ ഒത്തുചേർന്നത് നമുക്ക് വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഓണം ആഘോഷിക്കാനും അതുപോലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഓണത്തിൻ്റെ തനിമ കാട്ടിക്കൊടുക്കാനും വേണ്ടിയാണ്. എല്ലാവരെയും ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് കലാപരിപാടികളിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ഒരു അടിപൊളി ഡാൻസാണ്. അത് നമ്മുടെ കുഞ്ഞു കുട്ടികളാണ് കളിക്കുന്നത്. ട്വിങ്കിൾ സ്റ്റാർസ്. ട്വിങ്കിൾ സ്റ്റാർസിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പൻസ് ഇസബൽ ഷെറൻ ലിയോ, അന്ന പിബി, മേബൽ തന്നാട്ട്, എവലിൻ മറിയം കോസ്, അലീസ ആൻഡ് തോമസ്. The dance is choreographed by Fraji Leo. Please welcome them to the stage.
In the Barbie world, life in plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. Come on, Barbie, let's go party. I'm a Barbie girl in the Barbie world. Life in plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. I'm a blonde bimbo girl in a fantasy world. Dress me up, make it tight, I'm your dolly. You're my doll, rock and roll. Feel the glamour and pink. Kiss me here, touch me there, hanky panky. You can touch, you can play. If you say I'm always yours. I'm a Barbie girl in the Barbie world. Life in plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. Come on, Barbie, let's go party. 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 Make me walk, make me talk, do whatever you please. I can act like a star, I can beg on my knees. Come jump in, bimbo friend, let us do it again. Hit the town, fool around, let's go party. You can touch, you can play. If you say I'm always yours. You can touch, you can play. If you say I'm always yours. Come on, Barbie, let's go party. 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 I'm a Barbie girl in the Barbie world. Life in plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. I'm a Barbie girl in the Barbie world. Life in plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. Come on, Barbie, let's go party. 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 Oh, I'm having so much fun. Well, Barbie, we're just getting started. Oh, I love you, Ken. That was an amazing performance. You had a big round of applause. സോ അടുത്ത പരിപാടി തുടങ്ങുന്നതിനിടയിൽ നമുക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങളായാലോ? For the Gen Z, കുസൃതി ചോദ്യങ്ങൾ means riddles. Okay, എല്ലാവരും ready അല്ലേ? Okay, the first question. Easy ആട്ടോ. തല തിരിഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേര് പറയും. Okay, correct. അടുത്തത് രണ്ട് ഇംഗ്ലീഷ് അക്ഷരം ഒന്നിച്ചാൽ ആരോഗ്യത്തിന് ഹാനി. രണ്ട് ഇംഗ്ലീഷ് അക്ഷരം ഒന്നിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരം. Blood pressure, correct. ഇത്രയും പറഞ്ഞവർക്കൊക്കെ അവസാനം ചോക്ലേറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓണം
പുതിയ വർഷം. 3 ഓപ്ഷൻസ് പറയാം. No googling, okay? പറഞ്ഞോ, ടൈംസ് ആറ് interaction. ആരെങ്കിലും ഗൂഗിൾ നോക്കി പറയണമെങ്കിൽ പറയണം കേട്ടോ. ഡിസ്ക്വാളിഫൈ ചെയ്യട്ടോ. എനിക്കിതൊന്നും പറഞ്ഞോ, കേട്ടില്ല. പറഞ്ഞോ, തെറ്റാണെന്ന് സാറില്ല. I need some response from the audience. 61, it's like 10 years of gap. Okay, next question. ദശാവതാരത്തിൽ വാമനൻ എത്രാമത്തെ അവതാരമാണ്? It's a simple question. ഉറപ്പാണോ? ആ? So it's അഞ്ചാമത്തെ അവതാരമാണ്. അടുത്തതായിട്ട് ഈ ഓണത്തിന്റെ ഓണം കൂട്ടാനായിട്ട് ഇതാ നമ്മുടെ കുഞ്ഞു കുട്ടികൾ വരുന്നു. ഒരു അടിപൊളി ഡാൻസ്. Let's welcome Twinkle Twinkle Dancing Stars. The participants are Advik Vivek, Ajay Benjamin, Arun Taranova, Anvita Menon, Aryan Suraj, Atara Riyan, Emily Mabel George, Nora Sala Thomas, and Siddharth Praveen. And the dancers choreographed by Manju Vivek. Let's welcome Twinkle Twinkle Dancing Stars to the floor. The Malayali anthem begins. ഞങ്ങൾ കോട്ടയമാക്കും ന്യൂയോർക്ക് കൊച്ചിയാക്കും മെൽബോണു വേണേൽ കുന്നംകുളമാക്കും മിഡിലീസ് മലബാറും ലണ്ടൻ ഞങ്ങൾ കോട്ടയമാക്കും ന്യൂയോർക്ക് കൊച്ചിയാക്കും മെൽബോണു വേണേൽ കുന്നംകുളമാക്കും മിഡിലീസ് മലബാറും വേഷം നോക്കി വെറുക്കില്ല നിന്റെ അന്നം ഇവിടെ മുടക്കില്ല വേഷം കെട്ട് കളിച്ചാലോർത്തോ കേരളമാണ് പൊറുക്കില്ല നാട അയ്യപ്പന്റെ നാട പള്ളിക്കൂട് തുടങ്ങിയ ചവച്ചിന്റെ നാട മഞ്ഞലിയുടെ നാട കൊച്ചുണ്ണിയുടെ നാട മറങ്ങിയിൽ ഉറപ്പിച്ച കുഞ്ഞാലിന്റെ ചൊരമണ്ണാട ഒരു ദുനിയ അതിൽ മുങ്ങി നടക്കണ പഹയ വിധികളു കടന്നൊരു വെളിയ മലയാളി സൗന്ദര്യ ജപ്പാൻ കൊറിയ USA UK മലേഷ്യ ഇന്ത്യ ചെന്നൈ പോലും ഉമ്മട മലയാളി സൗന്ദര്യ Ivana. No, Ivana. No, please na, ತಮ್ಮಿಗಳ కోసం. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം നടുക്കു വച്ചാൽ സ്വർഗം പോലും അണ്ണൻ തനി നാടൻ കുലമല്ലുമിനാക്കി
എടാ മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി That was a rock performance. Thank you, Twinkle Stars. Chocolates are here. Answers from the Alchem. Okay, I'll try cat. One more person is there. അടുത്ത പരിപാടിക്ക് മുന്നേ ഒരു ചെറിയൊരു ചോദ്യം ഞങ്ങളെ ഈ റിലീസ് കൂടാതെ അല്ലെങ്കിൽ ഓണച്ചോദ്യം കൂടാതെ സിനിമ പാട്ടുകളുടെ പേരിൽ ഒരു ചോദ്യം വെച്ചിട്ടുണ്ട്. സുഖചേട്ടാ ആ ഫസ്റ്റ് പാട്ട് മറ്റേ ക്വസ്റ്റ്യൻ്റെ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്തു. അപ്പോൾ വണ്ണൊന്ന് പ്ലേ ചെയ്തു. പാട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, വിളിച്ചു പറഞ്ഞാൽ ചോക്ലേറ്റ് കിട്ടുന്നതല്ല. അതിലൊക്കെ കാണിക്കുക. അപ്പം പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ. ഈ പാട്ടിന്റെ സീനിലെ നടിയുടെ ക്യാരക്ടറുടെ പേരാണ് ചോദ്യം. നടിയുടെ പേരല്ല, നടിയുടെ ക്യാരക്ടറുടെ പേരാണ് ചോദ്യം. അല്ലെങ്കിൽ റൈഡില്ല. ഇതിലെ നായകൻ മോഹൻലാലാണ്. മോഹൻലാലിന്റെ പേര് ഗോവർദ്ധൻ എന്നാണ്. ഗോവർദ്ധന്റെയും കഥയാണ് ഈ സിനിമ. ശരി, പേര് സ്റ്റാർട്ട് ചെയ്യുന്ന തീ വെച്ചിട്ടാണ്. പാർവതി. ശരിയാണ്. അടുത്തതായിട്ട്
Rishal Alexander, Izam Monica Sumit, Amaya Manon, Nandita Ranjit, Andrea Still, and it is choreographed by Manju Maria Jose. Let's welcome Happy Hoppers to the stage. നമ്മുടെ മനസ്സിനെ തുള്ളിച്ചാടിപ്പിക്കാൻ വേണ്ടി ഇതാ വരുന്നു ഹാപ്പി ഹോപ്പേഴ്സ്. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലു മിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലി കിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലു കിണുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ जुल्फों से बांध लिए बादल सीने पे से उड़ने लगा आंचल मुझसे नैना मिला के मौसम होने लगे पागल सबसे होके बेफिक्र नाचूं मैं आज छम 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 मैं नाचूं आज छम 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 मैं नाचूं आज അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഹാപ്പി ഹോപ്പേഴ്സ്. താങ്ക് യു ഹാപ്പി ഹോപ്പേഴ്സ്. അവർ റെഡിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ പാട്ടൊന്നും വേണമെങ്കിൽ
പല്ലവി പാടണം. ശരിയാണ്. പൂവേ പൂവേ പാലപ്പൂവേ ശരി ഉത്തരവാണ്. താങ്ക് യു. ചോക്ലേറ്റ് വരുന്നേ ഉള്ളൂ. ചോക്ലേറ്റ് അടുത്തായിട്ടൊരു പാട്ടാണ്. രഞ്ജിത്ത് പി നായർ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോവുകയാണ്. പൊടിമീശ മുളയ്ക്കണ കാലം എന്ന പാട്ടുമായി വരുന്നു രഞ്ജിത്ത് പി നായർ. ലെറ്റ്സ് വെൽക്കം രഞ്ജിത്ത് ഓൺ ദ സ്റ്റേജ്. Thank you.
கண்ணுக்குள் புத்தி வைப்பேன் என் செல்ல கண்ணனேவா திதித்ததை சதிக்குள் என்னோடு ஆடுவாவா அடிக்கடி உன்னை பிடிக்க நான் மன்றாடிட இடப்புறம் விரல் மடக்கி நீ டூக்காட்டிட என் கண்ணனே வாடாவா விஷம கண்ணனே வாடாவா கண்ணுக்குள் பொத்தி வைப்பேன் என் செல்ல கண்ணனேவா திதித்ததை ஜதிக்குள் என்னோடு ஆடவாவா அடிக்கடி உன்னை பிடிக்க நான் மன்றாடிட இடப்புறம் விரல் மடக்கி நீ தூக்காட்டிட என் கண்ணனே வாடாவா விஷம கண்ணனே வாடாவா சென்னை செந்தமிழ் மறந்தேன் உன்னாலே சென்னை செந்தமிழ் முழுவதும் மறந்தேன் கேரள நாட்டு கிளியே நீ சொல்லு வசியம் வைத்தாயோ சென்னை செந்தமிழ் மறந்தேன் உன்னாலே சென்னை செந்தமிழ் முழுவதும் மறந்தேன் கேரள நாட்டு கிளியே நீ சொல்லு வசியம் வைத்தாயோ சென்னை செந்தமிழ் மறந்தேன் உன்னாலே Thank you, Niharika and Isabella. It was an amazing performance. കൈയടിക്കൊന്നും അത്ര ഊർജ്ജമില്ലല്ലോ. അടുത്തതായിട്ട് നമുക്കൊരു സ്കിറ്റാണ്. സോ അതിനുവേണ്ടി സ്റ്റേജൊക്കെ ഒന്ന് സെറ്റ് ആവുന്ന നേരത്തേക്ക് നമുക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ആയിട്ട് പോവാം. ഓക്കെ, ക്യാരറ്റ് മാത്രം കിട്ടുന്ന കട. സ്വർണ്ണക്കട. എറിഞ്ഞു കൊടുത്താൽ മതി. അവർക്കൊന്നും വന്ന് വാങ്ങാൻ ഇഷ്ടമല്ല. അത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണം. എറിഞ്ഞു കൊടുത്താൽ മതി. ഇത്ര പറഞ്ഞാൽ എണീറ്റ് എഴുന്നേൽക്കാലോ. എഴുന്നേൽക്കോ. ആദ്യം പറഞ്ഞാൽ ചേച്ചി അയ്യോ ഓക്കെ, ഇനി നമുക്ക് ഓണത്തിനെ കുറിച്ച് ഒരു ചോദ്യമാണ്. മഹാബലിയുടെ യഥാർത്ഥ പേര്. മഹാബലിയുടെ യഥാർത്ഥ പേര്. അല്ലെങ്കിൽ അധികം മലയാളികളല്ല. അല്ല അല്ല മനസ്സിലേക്ക് വന്ന മഹാബലിയുടെ പേരാണെന്ന്. ഞാൻ ചോദിച്ചത് ഒരു ഒറിജിനൽ മഹാബലിയുടെ പേരാ. ഗസ് അടിച്ചോ?
നികുതി ഉള്ള മലയാള മാസം. ഓരോ മലയാള മാസം ഞാൻ പറഞ്ഞു നോക്കാം. എവിടെയാ നികുതി വരുന്നത്? നികുതി മീൻസ് ടാക്സ്. ആലോചിക്കാം. ചേച്ചി പറഞ്ഞു ബാങ്കിലുള്ള ചേച്ചി പറഞ്ഞു. ആരാ പറഞ്ഞ ആളെ എണീറ്റ് നിൽക്കാം. പിടിക്കുക. മകരം. കരം കരം കരം. ചിന്തിക്കുക. നിങ്ങൾക്ക് ഇന്റലക്ച്വലായി ആലോചിച്ച് കാണുവാനായിരിക്കും. നമ്മളെ ലെവലിലേക്ക് താഴണം നിങ്ങൾ. ഒരുപാട് മുകളിലേക്ക് പോയാൽ ശരിയാവില്ല. പിന്നെ ഓണത്തിന് കളിക്കുന്ന പ്രധാന 2 കളികളുടെ പേര്. വള്ളംകളി, ഓണത്തല്ല്, പിന്നെ പുലികളി, പിന്നെ നമ്മള് ലേഡീസ് പ്രധാനമായിട്ട് കളിക്കുന്ന തിരുവാതിരക്കളി. ഒരുപാട് ഉത്തരവുകളും ഗിഫ്റ്റ് ഒരുപാട് ഉത്തരവുകളുണ്ട്. നോ സ്വീറ്റ്സ് ഒക്കെ. ഏത് നാളിലാണ് പൂക്കളം നമ്മൾ പരമാവധി വലിപ്പത്തിലിടുന്നത്? ഉത്രാടം. രശ്മി. ചേച്ചിയാണ്. അപ്പൊ നമ്മുടെ സ്കിറ്റിന് വേണ്ടിയിട്ട് സ്റ്റേജ് സെറ്റാണ്. നമുക്ക് സ്കിറ്റിലേക്ക് കിടക്കാം. History of Bali Maharaj and Vamana Dev. Script source from Bhagavata Purana, also called Srimad Bhagavatam, Canto 8, Chapter 15 to Chapter 23. After the great churning of the ocean of milk, Samudra Manthan, in which nectar or Amrit was produced and given to the demigods, a great battle ensued between the demigods and the demons. Lord Vishnu sided with the demigods, led by Indra, the king of heaven. The demigods were victorious, leaving many demons, including Bali Maharaj, the king of demons, lifeless on the battlefield. Scene 1. The ashram of Shukracharya. Shukracharya! 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 We have bought the great Bali Maharaj. Please help him. I fear it is too late. Yes, he has left his body. But look here, the touch of my hand and by the sound of my Sanjeevani mantra, I will bring him back to life. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. There, look, it is done. Arise, O Bali Maharaj. By my blessing, now you will
remember everything. What? What? Oh, I have been defeated and killed. But I'm alive. Yes, I have brought you back to life. You did? You are the great Sukracharya. Yes, Bali, do you now wish to become powerful enough to defeat the demigods and kick out Indra and reign as the king of heaven in Indra's place? Yes, my heart burns for revenge. Then, oh Bali, surely you will appreciate my instructions. O most powerful one, please allow me to become your disciple. Yes, Bali, I will accept you. You have brought me back to life, and therefore my faith in you is great. Please accept all that I own as an offering at your feet. Okay, oh Bali, go and bathe and become purified. Upon returning, you will see about satisfying your desire for revenge. Bali Maharaj, who is the son of Virochana, grandson of Prahlad, and the great grandson of Hiranyakashipu, bathed and was purified according to the regulative principles. Then, after being blessed by the powerful Brahmana descendants of Bhrigu Muni, he returned. Shukracharya, O my Guru, I have returned, eager to defeat my enemies. Oh Bali, be seated. We will now perform the sacrifice known as Visvajit. You will be impressed by the results. Your chariot, look, oh Bali, your chariot now appears to be covered with gold and silk. Look, Bali, oh look, your bow, a golden bow, and 2 quivers of arrows that will not fail you and armor you from the heavenly planets. All that you need to defeat your enemies, O Bali. In addition, I will offer you a very special conch shell. Both the Brahmanas and my spiritual master have blessed me. I have my chariot, my bow, my arrows, and my armor. My grandfather Prahlad gave me this garland. Soldiers, soldiers, assemble and prepare for war. Bali, due to his association with the devotees, developed Brahma Tejas. Lesson here, associating and serving devotees gives great power. Bali Maharaj then attacked Indrapuri. Indra consulted with his guru Brahaspati and decided to run away instead of fighting the mighty Bali. Bali then became the ruler of the 3 worlds. Shukracharya told him to conduct 100 Ashwamedha sacrifices so that he can keep Indra's kingdom for a long time. Bali Maharaj felt proud of being the ruler of the 3 worlds and thought himself to be the greatest charitable person. But his happiness was not felt by all. Aditi, the mother of the demigods, was filled with lamentation because her sons were helpless in this position and feared the great power of Bali Maharaj. Kashyapa Muni, the father of both the demigods and demons, instructed Aditi in the process of Payovrata. Aditi strictly worshipped the Lord, and the Supreme Lord appeared before her. Lesson here, approach the Supreme Lord for any desires. The Supreme Lord instantly assumed the form of a dwarf Brahman.
with yellow garments. Brahaspati gave him the sacred thread of a Brahmana. Indra offered him an umbrella. Since he's the younger brother of Indra, he's also called Upendra. Saraswati offered him chanting beads. Vamanadev then went to the sacrificial arena of Bali Maharaj. Of Bali Maharaj. Scene 2. The sacrificial arena of Bali Maharaj. Om. 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 What's that? It's coming this way. His effulgence is so bright, like the rising of the sun. It is the sun god. No, it must be Sanat Kumar. The fire god Agni Dev must be personally coming to see Bali Maharaj's Ashwamedha fire sacrifice. I offer respectful obeisances to all the Brahmanas who are our masters. You are welcome here, for by your presence, this sacrifice is now complete. Whatever you desire from me, I will give. Take a cow, gold, a house, a wife, food and drink, villages, horses, chariots, elephants. I will give you anything. What can I offer you, O Brahmana boy? My dear king, you are indeed a worthy descendant of the devoted Prahlad, who is like the beautiful moon in the sky. You have followed all the principles that the exalted sages follow. Although you are very magnificent and can give me much material opulence, I ask from you only 3 steps of land. My dear young boy, your words are as good as those of a learned man, but you seem to possess the intelligence of a mere child. I can give you an entire planet, because the universe is mine, and you ask for 3 steps of land? If a man is avaricious and filled with desires, surely even the whole universe is not sufficient for him. Therefore, it is better to take only as much as one requires to keep body and soul together. Oh, small boy, ask from me something that is so great that you will never have to ask anyone for anything again at any time. Be thoughtful. One who is satisfied with what he has is freed from material bondage. That is the goal of life. Very well. You may take what you like. Stop! Stop! Bali! Oh, son of Virochana, you should know that this dwarf like Brahmachari is the Supreme Lord Vishnu himself. He is appearing as the son of Aditi and Kasyap Muni. Surely he has come to take all your land and deliver it to your enemy, the Indra. Gurudev, what do you mean? You don't know what a dangerous benediction you have made. Oh, Bali, this will bring great harm to the side of the demons. But I have promised him only 3 steps of land. 3 steps? But he will take everything from us. You rascal, you don't know what a mistake you have made. After he takes everything from you, how will you live? And how will I live? In promising 3 steps of land, you have made a grave mistake. For with 2 steps only, he will occupy all the 3 worlds. And then, being unable to fulfill your promise,
you will certainly be cast down into hell. I am the grandson of Prahlad Maharaj. How can I be a cheater and withdraw a promise made to a Brahmana? Surely there is no act so sinful as untruthfulness. At the time of death, one loses all his possessions. So why should one maintain false attachment to them? You Brahmanas should continually worship Lord Vishnu with Vedic hymns. Now, having obtained the opportunity to serve Lord Vishnu directly, should I ignore him? I must carry out his order. Oh, Bali, but he's not even a Brahmana. He's your sworn enemy, the Vishnu. You must fight him. Even if he's Vishnu and has hidden himself in the form of a Brahmana out of fear of me, still, because he has assumed the form of a Brahmana, no matter what he does, I shall not fight with him. You fool! Although you have no knowledge, you dare to disobey my order, and therefore I curse you. You will soon be bereft of all your opulence. My opulence will be taken away at the time of death. I should please this Brahmana, my guest, by offering him the riches that I am already destined to lose. You disobedient disciple, I curse you. May you soon lose all your wealth. My dear Brahmana, please excuse this disturbance. Kindly take the gift of land that I have offered you. The lesson here: strong values help in making good decisions. While shining like the captivating moon in the night, the Supreme Personality of Godhead began increasing his size until the earth and all the planetary systems, the sky, the seas, birds, beasts, human beings, the demigods and great saintly persons were within him. All the members of Bali Maharaj's assembly saw everything in existence within Lord Vishnu's body. With my first step, I have claimed all the land of the earth. With my second step, I have claimed all the planets of the universe. Taking his second step, Lord Vishnu covered the heavenly planets, and as the Lord's foot extended higher and higher, beyond the Maharloka, Janakaloka, and finally beyond the Brahmaloka, not even a spot remained for his third step. Then Lord Vishnu again assumed the small form of a beautiful dwarf Brahmana boy. What? This Vamanadev is not a Brahmana, but the great creator Vishnu himself, acting on behalf of the demigods. Taking advantage of our king's truthfulness, he has deceived all of us by this treachery. Therefore, it is our duty to kill him. Loyal followers, please desist from this act. In former times, fate was on our side as we conquered Indra territory, but we are models, and although we were thought to be very dominant when we took over the heavenly planets, we must know that we are nothing but grains of sand compared to the Lord. This was our flaw. We were blinded by our riches, and the Supreme Lord wants us to realize this. Now our only option left is to surrender. Even though the 14 planets are lost, they are nothing compared to what we stand to gain by surrendering to him. Let us therefore take shelter of the lotus feet of Sri Vishnu, knowing well that time will no longer us. O King of the Demons, with my first two steps, I have covered the universe. Therefore, your promise is unfulfilled, and you must go down to the hellish regions. This is the fate for one who does not keep his word. My dear Lord, if you think my promise is unfulfilled, I must rectify this. I cannot allow your promise to be false. Please, therefore, place your third footstep on my head.
Although you are posing as our enemy, you are our greatest well-wisher, having removed our illusion of material opulence and shown us the right path. My dear demigods, if a person has great beauty and opulence and yet is not attached to them, he must be understood to be especially favored by me. Although all his possessions were removed, his friends and relatives rebuked him, and his own spiritual master cursed him. Still, Bali Maharaj did not give up in his truthfulness. Therefore, during the next Manvantara, he will be the next Indra. Until that time, Bali Maharaj, you may live peacefully on the planet of Sutala. You need not fear your enemies, for I shall always be with you to give you your protection, and you will always be able to see me. What a wonderful effect there is in even attempting to offer obeisances to you. I merely endeavored to offer you obeisances, but nonetheless the attempt was successful. The causeless mercy you have shown me was never achieved even by the mighty chiefs of the demigods who are your eternal servants. Jai Sri Vamanadev! The lesson here: greatness of a person is measured by his ability to tolerate provoking circumstance. Thus, Vamanadev returned the heavenly kingdom to Indra and Aditi. Bali Maharaj is still living peacefully on the planet Sutala, where Lord Vamanadev takes the post of his doorkeeper. In the period of Savarni Manu, Bali Maharaj will assume the post of King of Heaven. Bali Maharaj is here today to visit his citizens on the occasion of Onam. Happy Onam!
இன்றி கண்மூடி கிடந்தோம். அப்போது அப்போது போன தூக்கம் நம் கண்களிலே எப்போது எப்போது வந்து சேரும் விடை தோணலையே. தண்ணீரில் வாழ்கின்றோம் நாம் கூட மச்சவதாரம் தான். தோம் கருவில் இருந்தோம் கவலையின்றி கண்மூடி கிடந்தோம். റെഡിയാവുന്നുള്ള കുട്ടികൾ ആ സമയത്തോടെ നമുക്ക് ജസ്റ്റ് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. ഇത് പാട്ട് ബേസ്ഡ് ആണ് ഇപ്പോൾ ചോദ്യം. പാട്ട് കേൾക്കുക, പാട്ടിന്റെ ബേസിലുള്ള ചോദ്യം ചോദിക്കും, ഉത്തരം പറയണം. കൈകൂടി കാണിച്ച കുറച്ച് ബെറ്റർ ആയിരിക്കും, കാരണം പല പേരും ഒരാൾക്ക് ഗിഫ്റ്റുണ്ടല്ലോ. അതുകൊണ്ടാണ് പാട്ട് ശ്രദ്ധിക്കുക, പാട്ട് ശ്രദ്ധിക്കുക. ഈ പാട്ട് ഏത് സിനിമയിലേതാണെന്നാണ് ചോദ്യം. ചേച്ചി പറഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൂചന ഫോർത്ത് വേണ്ട, ഫിഫ്ത്ത് ഇട്ടോ. പാട്ട് ശ്രദ്ധിക്കുക, പാട്ടിലായിട്ട് ചോദ്യം ഉണ്ടാവുക. പാട്ട് ശ്രദ്ധിക്കുക. ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്നാണ് ഗൂഗിളായി കണ്ടാൽ പറയണം. അല്ല, കൈതപ്പുറല്ല, ജോൺസൺ മാഷല്ല. വീണ്ടും ശരിയാണ്. അനിയത്തി വീണ്ടും ചേച്ചി. സിക്സ്ത് സോങ് കേട്ടോളൂ. പാട്ട് ശ്രദ്ധിക്കുക, പാട്ട് ശ്രദ്ധിക്കുക. സിമ്രൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ട്. പാട്ട് ശ്രദ്ധിക്കുക, ശബ്ദം ശ്രദ്ധിക്കുക. ഇത് പാടിയത് ആരൊക്കെയാണെന്നാണ് ചോദ്യം. ആരൊക്കെയാണ് പാടുന്നത്? മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ആരൊക്കെയാണ് പാടുന്നതാണ് നമുക്ക്
ഓക്കെ, ആരും കൈകൊണ്ടിട്ടില്ല. ഇതിന്റെ മെയിൻ വോയിസ് പാടി ബിജു നാരായണൻ. സുജാതയാണ് ഫീമെയില്, പക്ഷെ രണ്ടും പറയണമായിരുന്നു. ബിജു നാരായണാണ് മെയില് പാടിയത്, ഫീമെയില് പാടിയത് സുജാത മോഹനാണ്. പിന്നെ നെക്സ്റ്റ് 7th പാട്ട് ഒരു ഡയലോഗാണ് കേട്ടോ. ഇത് ഡയലോഗാണ്. ഡയലോഗ് വെച്ചാൽ ഡയലോഗിന്റെ ബേസിലായിരിക്കും ചോദ്യം ചോദിക്കുക. ഈ സിനിമയിൽ ഒരു ഹരിയെ പരാമർശിക്കുന്നുണ്ട്. ആ ഹരി യഥാർത്ഥ ഹരിയായിട്ട് ആരാണ് അഭിനയിച്ചതെന്നാണ് ചോദ്യം. അല്ല, യഥാർത്ഥ ഹരിയായിട്ട് ഉണ്ണിമുഖത്തിനാണ് അതിന് ഹരിയായി വരുന്നത്. ആക്ച്വൽ ഹരി ആരാണ് ചോദ്യം. ശരിയാണ്. ഓക്കെ, അടുത്തൊരു ഡാൻസ് ആണ്. റിതം റോക്കേഴ്സ് എന്ന ടീമിന്റെ ഡാൻസ് ആണ്. പാർട്ടിസിപ്പൻസ് ആർ ഹേസൽ റോയ്, ദേവാംഗന ശരത്, അൻവിത അജിത്, ആൻ മേരി റോണി, ജോഷ്ന രാജ് നായർ, ക്രിസ്റ്റി പിബി ആൻഡ് ആഡലിൻ സ്റ്റീവൻ. Choreographed by Marina George. Let's welcome Rhythmic Rockers to the stage. Come on, give them a clap, guys. Si el ritmo te lleva a mover la cabeza, ya empezamos como es. Mi música no discrimina a nadie, así que vamos a romper. Toda mi gente se mueve, mira el ritmo como los tiene. Hago música que entretiene. El mundo nos quiere, me quiere a mí. Toda mi gente se mueve, mira el ritmo como los tiene. Hago música que entretiene. Mi música los tiene fuerte bailando y se baila así. के निशाने हूँ मैं मारती खुद ज्यादा तो उम्मीद मत रख सोने
तू उम्मीद मत रख सोने तेरा लेवल नहीं मेरे यार वर्गा मुंडियां नु सूली उत्ते टंगी रख दे मेरा नखरा दिखी तलवार वर्गा मुंडियां नु सूली उत्ते टंगी रख दे मेरा नखरा दिखी तलवार वर्गा Hey, okay. Boy, you're a banger. Malabar gang. Emmachara kitti boy, kambu chulli malam. Petti putti katti chitti anju pattu magum. Then I got a big boy, kannu putti paadum. Mr. Brown color chip, ma pilla drip, right from the top, boy, that legit. Mr. Chain on your neck, boy, that feel like it. Just in case when you hit, boy, got legit. Hey. Let's welcome Sam onto the stage. Please give him a round of applause, please.
That was an awesome song. Thank you, Sam. Next, we have a song, and the song is going to sing by Ridhima.
സുജന എട്ടാമത്തെ ചോദ്യം കൂടെ ഓ നമുക്ക് നെക്സ്റ്റ് ഡാൻസ് സുജന ഡാൻസിലെ പോകണം. Next we have Fab Five stage. We have Fab Five on stage. The participants are Freddie Leo, Marina George, Honey Philip, Manju Vivek and Anina Bose. Choreographed by Freddie Leo. Let's welcome Fab Five on stage. ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാട്ടെ ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാടയാൽ പൊതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby hi biggie 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 love you baby സന്തോരം ചുമ്മാതെ എന്നാളും കണ്ടോരാ ചൂടൻ മാല കൊലവെറിയുള്ളോരാ തോക്കില്ലേലും കയ്യൂക്കിൻ തന്നേടം കണ്ടോടാ പടിയില്ലാത്തോരാ ഉടനടിയിട്ടോരാ കരാവക്കാര ഞങ്ങൾ വികാരമില്ല വൈകൾ കടാരകേറ്റും നോക്കാം ഇടം വരം ഈ ഒരു ഗതിയാകും മൂടിൽ കണ്ണിൽ
ചിങ്ങമാസവും വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മേഘപ്പഴങ്ക് കൊണ്ട് മാനത്ത് കോട്ടയ്ക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറൊന്നും അടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. That was a rocking performance by Track 5. Thank you so much. ബാക്കി ഗെയിംസും ക്വസ്റ്റ്യൻസും സംഭവങ്ങളൊക്കെ ലഞ്ചിന് ശേഷമായിരിക്കും. എല്ലാവരും പ്ലീസ് ഹാവ് യുവർ സദ്യ. ഇനി നമുക്ക് സദ്യ കഴിച്ചിട്ടാണ് അടുത്ത അംഗം.